കഴിഞ്ഞ മാസം 24-നാണ് തിരുവനന്തപുരം പുതൂർക്കോണത്ത് ഹരിദാസ് എന്നയാളുടെ മകളുടെ വീട്ടിൽ ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടത്. രത്നങ്ങൾ വാങ്ങാനെത്തിയവർ വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഹരിദാസ് പോലീസിന് നൽകിയ മൊഴി. ഇതിനിടെ ഹരിദാസിനും മകനും രത്നവ്യാപാരവുമായുള്ള ബന്ധവും വെളിപ്പെട്ടിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷിയായ ഹരിദാസിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഹരിദാസ് നൽകിയ വിവരങ്ങൾ പ്രകാരം പോലീസ് പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. എന്നാൽ പ്രതികളെ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച ടാക്സി ഡ്രൈവർ ജഹാംഗീർ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതും പോലീസിനെ കുഴക്കുന്നുണ്ട്. ഇതിനിടെയാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ചിരുന്ന 2 മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം. ഇതും അന്വേഷണത്തെ കൂടുതൽ മന്ദഗതിയിലാക്കി. സിറ്റി പോലീസ് കമ്മീഷണർ ടി.ജെ. ജോസിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയ്ക്കായിരുന്നു കേസ് അന്വേഷണം. ജോസിന് പകരം കമ്മീഷണറായി പി. വിജയൻ അധികാരമേറ്റെങ്കിലും അദ്ദേഹം 3 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. DCP ചുമതലയേറ്റ മഞ്ജുനാഥിനും അന്വേഷണ ചുമതല നൽകിയിട്ടില്ല. പേരൂർക്കട CI പ്രതാപൻ നായർ, തമ്പാനൂർ CI ഷീൻതറയിൽ, മെഡിക്കൽ കോളേജ് CI പ്രമോദ് കുമാർ, മ്യൂസിയം CI മോഹനൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘങ്ങളാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രമസമാധാന ചുമതല കൂടിയുള്ള ഈ ഉദ്യോഗസ്ഥർക്കാകട്ടെ കേസ് അന്വേഷണത്തിന് മതിയായ സമയം ലഭിക്കുന്നുമില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏകോപനം കൂടി ഇല്ലാതായതോടെ ഹരിഹരവർമ്മ കൊലക്കേസിന്റെ അന്വേഷണം മരവിച്ച മട്ടാണ്. ഹരിഹരവർമ്മയുടെ പാലക്കാട്ടെ വീട്ടിൽ കഴിഞ്ഞയാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിലും നിരവധി രത്നങ്ങളും വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.